ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കുറച്ച് കമൻസിൽ കാണുന്ന ഒരു കമൻറ്റാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നൊരു കമൻറ്റാണ്. സിവിക്ക് അവിടെ എടുക്കുക, സിവിക്ക് ഇപ്പോൾ എടുക്കാറില്ലേ, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട്. സിവിക്കിന് ഒരു കുഴപ്പമില്ല, അതേ അവിടെ തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എടുക്കാറില്ല, ഓരോ തിരക്കും ബിസിയും കാര്യങ്ങളും കാരണം വണ്ടി ഇറക്കാറില്ല. പിന്നെ അപ്പോൾ ഇന്നത്തെ പ്ലാന് വണ്ടി കാണിക്കലാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ പിള്ളേർ പറയുന്നു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് സിവിക്കിൻ്റെ വീഡിയോ എടുക്കാം. പിന്നെ അതേ ബെൻസൂടെ എടുക്കുന്നുണ്ട്, ബാക്കിയുള്ള വണ്ടികൾ അപ്പുറത്ത് എടുക്കുന്നുണ്ട്. പിന്നെ ജീപ്പും ചോദിക്കുന്നുണ്ട്, ജീപ്പ് അപ്പുറത്ത് എടുക്കുന്നുണ്ട്. ജീപ്പിൻ്റെ വീഡിയോ നമുക്ക് വേറെ ഇടാം. വാഷ് ചെയ്യാൻ പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്ലാന് നമുക്ക് വണ്ടി മൊത്തത്തിൽ പൊടി പിടിച്ചിട്ട് കിടക്കണം കുറേ ദിവസങ്ങളായി. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല ഓയിലൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ സ്റ്റാർട്ടാവുമെന്ന് നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി സ്റ്റാർട്ട് ചെയ്യാതിട്ടിട്ട്. സോ ബാറ്ററി ഇറങ്ങിയിട്ടുണ്ടോ എന്താ അവസ്ഥ എന്നറിയില്ല, നോക്കി നോക്കാം. ബാറ്ററി ഇറങ്ങാൻ സാധ്യതയില്ല, എന്നാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമുക്ക് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഓയിൽ നമ്മൾ മാറിയിട്ട് അധികം ഓടിയിട്ടൊന്നുമില്ല, ആകെ 2000 കിലോമീറ്റർ കൊണ്ട് ഓടിയിട്ടുള്ളൂ ഓയിൽ മാറിയതിന് ശേഷം. അതിന് മേലേക്ക് ഓടിയിട്ടില്ല. അതും ലോങ്ങൊക്കെ തോന്നുന്നു, കോയമ്പത്തൂർ പോയതാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഓയിലൊന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓയിൽ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഓയിൽ ചെക്ക് ചെയ്ത് നോക്കാം. ലൈക്ക് ഓയിൽ കരിയുന്നുണ്ടോ എന്താ അവസ്ഥ നോക്കി നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തെടുത്തിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഓയിൽ ക്യാപ്പ് ഒന്ന് ലൈക്ക് നമുക്ക് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഒരു തുണി എടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് നോക്കി നോക്കാം. നമ്മൾ തുണി എടുത്ത് വന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓയിലുണ്ട് കേട്ടോ, ഓയിൽ കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല, സെറ്റാണ്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടാവുമോ അറിയില്ല, എന്താ അവസ്ഥ എന്നറിയില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ചിലപ്പോൾ കുറച്ച് ദിവസമായി എടുത്തിട്ട് ലൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റേതായ പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവും. നോക്കട്ടെ ഒരു മിനിറ്റ്. മീറ്ററൊക്കെ വന്ന് കുഴപ്പമൊന്നുമില്ല. സീന് ബാറ്ററി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല, ബാറ്ററി ഇറങ്ങിയിട്ടുണ്ട്. കാരണം കുറച്ചധികം ദിവസങ്ങളായി എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെയാണ് സ്റ്റാർട്ട് ചെയ്യാറുമില്ല. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു എന്താ പറയുക ബാറ്ററി ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ബെൻസ് വെച്ചിട്ട് നമുക്ക് ജമ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേ ജമ്പർ വെച്ചപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ജമ്പർ അയച്ചെടുക്കാം. ബെൻസിലാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരുന്നത്. നമ്മൾ എളുപ്പമാണ്, തൊട്ടപ്പുറത്ത് തന്നെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് വെച്ചിട്ട് കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം സ്റ്റാർട്ടായിട്ട് കിടക്കട്ടെ. കുറച്ച് നേരം സ്റ്റാർട്ടായിട്ട് കിടന്നിട്ട് എന്താ പറയുക ഒന്ന് ചാർജ് ആവട്ടെ. കുറച്ച് നേരം സ്റ്റാർട്ടായി കിടന്നാൽ തന്നെ ചാർജ് ആവും. നമ്മൾ വെച്ച് ഒറ്റയടിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് കുറേ അടിക്കേണ്ടി വന്നില്ല, ഒറ്റയടിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടായി. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചാർജ് കുറവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ചാർജ് ആവും. പിന്നെ നമുക്ക് ഡെയിലി സ്റ്റാർട്ടാവുന്ന ലെവലിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി. ഇനി നമുക്ക് വണ്ടി എടുത്ത് അങ്ങനെ ഇടാം. അതിന് പിന്നെ നമുക്ക് ബെൻസ് എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് സിവിക്ക് എടുത്തിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്യാണ്ട് മുന്നേ ഞാൻ കാണിച്ചു തരാം എത്രത്തോണ്ട് ചളിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ബെൻസ് എടുത്ത് അപ്പുറത്തേക്ക് ഇടാം. ബെൻസ് എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സിവിക്ക് എടുത്തിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് നമുക്ക് വാഷിങ് തുടങ്ങാം. ഓക്കെ, ആകെ അച്ചറാണ് കേട്ടോ, ആകെ അച്ചറായിട്ട് എടുക്കുക.
നമ്മൾ വണ്ടി എടുത്തിട്ട് ഈ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചാർജ് ആയിക്കോട്ടെ. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് തന്നെ വാഷ് ചെയ്യാം. ഓക്കെ, ഞാൻ ചളിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഞാൻ കാണിച്ചു തരാം. നമ്മൾ വാഷിംഗ് തുടങ്ങിയിട്ടില്ല. വാഷിംഗ് തുടങ്ങാട്ടി മുന്നേ പൊടിയും കാര്യങ്ങളും ചളിയും കാര്യങ്ങളും എത്രത്തോളം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരു പാട് വന്നിട്ട് നമ്മൾ നമ്പർ പ്ലേറ്റ് അയച്ചതാണ് കേട്ടോ. പിന്നെ അടിയത്തെ ലിപ്പ് വിട്ടിട്ടുണ്ട്. അതെന്താ സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിൻ്റെ പരിപാടിയുടെ ടൈമിൽ തട്ടിയിട്ട് അങ്ങനെ വിട്ടതാണ് ലിപ്പ്. പിന്നെ നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വണ്ടി നമ്മൾ മൊത്തത്തിലേ മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സ്റ്റോക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ വണ്ടി. അതായത് എന്താ പറയുക, അപ്പോൾ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഫുള്ള് സ്റ്റോക്ക് ആക്കിയിട്ട് കൊണ്ടുനടക്കുക. അതായത് ഡെയിലി ഡ്രൈവാണ്. എങ്ങനെ വെച്ചാൽ അതായത് നമുക്ക് ഈ ഒരു കോലത്തിൽ ദിവസം കൊണ്ടുനടക്കൽ റിസ്ക് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ള് സ്റ്റോക്ക് ആക്കിയിട്ട് ദിവസം കൊണ്ടുനടക്കാവുന്ന ലെവലിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വണ്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ വരുന്നുണ്ട്. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ, അധികം വഴുകാതെ തന്നെ ഉണ്ടാവും. ഓക്കെ, പിന്നെ പൊടിയാണ് മെയിനായിട്ട്. എന്താ പറയുക, അങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ചളി എന്ന് പറയാൻ പറ്റില്ല. ഫുള്ള് പൊടിയായിട്ട് കിടക്കുക. പിന്നെ അവിടെ മറ്റേ കാക്ക കഷ്ടിച്ചതും അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് വേണ്ട, ഇവിടെ അതെ ഫുള്ള് പൊടിയും കാര്യങ്ങളുമാണ്. ഇതേ സ്പോയിലറിൻ്റെ മുകളിലുണ്ട്. പിന്നെ അങ്ങനെ മൊത്തത്തിൽ ആകെ കച്ചറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് എടുക്കണം. വേണ്ട, ഇനി നമുക്ക് വാഷിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ നമ്മളിത് വാഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ കാർ ഷാമ്പൂ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറ്റി പിടിച്ചിട്ട് മറ്റേ കാക്ക കഷ്ടമൊക്കെ പറ്റി പിടിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഷാമ്പൂ തന്നെ ഉണ്ട്. ബാക്കിയുള്ളത് പിന്നെ പൊടി എന്ന് പറയാനുള്ളൂ. അതൊന്നും പിന്നെ വലിയ സീനില്ല. ഇത് മാത്രം കാക്ക കഷ്ടം മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം ആദ്യം അടിച്ചിട്ട് നമുക്ക് കാർ ഷാമ്പൂ ഇടാം. ഓക്കെ, നമ്മൾ ഫുള്ള് വാഷ് ചെയ്തു. ഫുള്ള് ഫോമിട്ട് വാഷ് ചെയ്തു. നമുക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെണ്ണം നീക്കിയിട്ടിട്ട് വണ്ടി മൊത്തത്തിൽ തുടച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ള് വൈപ്പ് ചെയ്ത് വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഇതേ വണ്ടി നമ്മൾ ഫുള്ള് വൈപ്പ് ചെയ്ത് വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തു. ഇപ്പോൾ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ആകെ ചളിയായിട്ട് എടുക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ കൈ കേൾക്കുമ്പോൾ ഫുള്ള് ക്ലീനായി സെറ്റായി. അപ്പം അങ്ങനെ ഓക്കെ, വേണ്ട ഫുള്ള് ക്ലീനായി. അപ്പോൾ നമ്മുടെ അപ്ഡേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. ഫുള്ള് സ്റ്റോക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ഓക്കെ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എന്തായാലും അധികം വഴുകാതെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആക്കണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.